തൃപ്തിപ്പെടുത്താൻ വേണ്ടി പുരുഷന്മാർ ചെയ്യേണ്ട 4 കാര്യങ്ങൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലാണ് സ്ത്രീകൾ ഇത്തരത്തിൽ ഓർഗാസം ഉണ്ടാവുക എന്നുള്ളതും കൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകളിൽ ഓർഗാസം ഡിലേ വരുന്നതിനുള്ള റീസൺസ് എന്താണ്, അതിന് നമുക്ക് എങ്ങനെ മറികടക്കാം എന്നതിനെ പറ്റി നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് സ്ത്രീകൾക്ക് സെക്ഷലി ഓർഗാസം ലഭിക്കാറില്ല എന്നുള്ള പരാതിയായിട്ട്. പലപ്പോഴും നമുക്ക് അറിയാം പുരുഷന്മാർക്ക് പെട്ടെന്ന് ഇജാക്കുലേഷൻസ് പോസിബിൾ ആവാറുണ്ട്, സ്ത്രീകളിൽ പലപ്പോഴും ഇത് ഡിലേ ആവാറുണ്ട്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺസ് നമ്മൾ പറയാറുള്ളത് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റായിട്ട് നമ്മൾ പറയാറുള്ളത് ഫോർ പ്ലേയുടെ ലാക്കിംഗ് ആണ്. സ്ത്രീ ഇമോഷണലിയാണ് കൂടുതലായിട്ട് ബോണ്ടിങ് ആയിട്ടുള്ളത്. പുരുഷന്മാരെക്കാളും ഫിസിക്കൽ ബോണ്ടിങ്ങിനേക്കാളും സ്ത്രീകൾ കൂടുതലായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് ആണ് കൂടുതൽ ഉണ്ടാവാറ്. അതുപോലെ തന്നെ ഫോർ പ്ലേയുടെ ലാക്കിംഗ് പല സ്ത്രീകളിലും ഓർഗാസം എന്നതാണെന്ന് അറിയാത്ത ഒരുപാട് സ്ത്രീകളിലുണ്ട്. ഫോർ പ്ലേയുടെ ലാക്കിംഗ് ഇതിനൊരു പ്രധാന ഘടകമാവാറുണ്ട്. നമ്മൾ പലപ്പോഴും ഒപിയിൽ വന്നിട്ട് പേഷ്യൻസ് ഇത്തരത്തിൽ പറയുമ്പം നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ഇന്നും പല സ്ത്രീകളിലും ഫോർ പ്ലേ എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫോർ പ്ലേയുടെ ലാക്കിംഗ് ഒരു പ്രധാന റീസൺ ആവാറുണ്ട്. സ്ത്രീകൾ എപ്പോഴും ഇമോഷണലി ബോണ്ടഡ് ആയിട്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ ഫോർ പ്ലേയുടെ ഈ ലാക്കിംഗ് വരുന്നത് മൂലം തന്നെ അവരിൽ സെക്ഷലി ആയിട്ടുള്ള ആക്ഷൻസും അതുപോലെ തന്നെ ഇമോഷൻസ് ഒന്നും ഫീലിങ്സ് ഉണ്ടാവാതാവും. പല പുരുഷന്മാരും ഡയറക്റ്റ്ലി പെനട്രേഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള ഫോർ പ്ലേ ലാക്കിംഗ് മൂലം തന്നെ ഇത്തരത്തിൽ ഓർഗാസ്മിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫോർ പ്ലേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺസ് ആണ്. അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന ഒരു റീസൺ ആണ് പ്രോപ്പറായിട്ടുള്ള ആശയവിനിമയം ഉണ്ടാവുക എന്നുള്ളത്. നമ്മുടെ പാർട്ട്നേഴ്സ് ആവുമ്പം ഹസ്ബൻഡിൻ്റേതായാലും വൈഫിൻ്റേതായിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ചില ആളുകൾക്ക് കൂടുതൽ എൻജോയ് ആയിട്ട് തോന്നുന്നതായിരിക്കില്ല, മറ്റു പലർക്കും ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ടുള്ള ആശയവിനിമയമാണ് അനദർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പാർട്ട്ണർ കൃത്യമായിട്ട് തൻ്റെ വൈഫിന് എങ്ങനെയാണോ എൻജോയ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലുള്ളത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. മൂന്നാമതായിട്ട് പറയുന്നതാണ് റിതം കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. പ്രോപ്പറായിട്ട് സ്പീഡിൽ ചെയ്യുന്നതിന് പകരം സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്ലോലി ആയിട്ടുള്ള റിതമിക് ആക്ഷൻസ് ആണ് സ്ത്രീകൾ കൂടുതലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാറുള്ളത്. അപ്പം റിതം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നാലാമതായിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ് പാർട്ട്ണറുടെ സന്തോഷത്തിന് മുൻഗണന കൊടുക്കുക. പാർട്ട്ണർക്ക് എന്താണോ എൻജോയ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുക. സ്വന്തം സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതിനേക്കാൾ പാർട്ട്ണർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൊസിഷൻസും കാര്യങ്ങളും ഒക്കെ അറ്റൈൻ ചെയ്യുക എന്നുള്ളത് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് എപ്പോഴും സെക്സ് തുടങ്ങുക എന്നുള്ളത് ബെഡ്റൂമിൽ വെച്ച് മാത്രമല്ല, ആഫ്റ്റർ സെക്സും ബിഫോർ സെക്സും എല്ലാം സ്ത്രീകളെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബിഫോർ സെക്സിനകത്ത് മുന്നേ തന്നെ നമ്മുടെ ഒന്ന് ഹഗ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് കിസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസുകളും, അതുപോലെ തന്നെ ആഫ്റ്റർ സെക്സിന് ശേഷമുള്ള അവരുടെ കെട്ടിപ്പിടുത്തം, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക തുടങ്ങിയവയൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം ബോണ്ടിങ് നൽകാറുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ഓർഗാസം വരുന്നത് വളരെ ഡിലേ ആവുന്നത്? പുരുഷന്മാർക്ക് ഇത് പെട്ടെന്ന് ആവാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സ്ത്രീകളിൽ ഡിലേ ആവാറുള്ളത് എന്ന് വെച്ചാൽ, പുരുഷനെ സംബന്ധിച്ച് കൂടുതൽ ഫിസിക്കലിയാണ് സെക്ഷലി അവർ പെട്ടെന്ന് ആക്റ്റീവ് ആവുക. സ്ത്രീകളെ സംബന്ധിച്ച് ഇമോഷണലി ആണ് എന്ന് ആദ്യം പറയേണ്ടായി. അതിൽ തന്നെ കൂടുതലായിട്ട് അവർ ഡിലേ ആവുന്നതിനൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് ഒരു പ്രധാന ഘടകമാണ്. മെനോപോസൽ സമയത്ത്, അതുപോലെ തന്നെ ഗർഭധാരണ സമയത്ത്, ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഒക്കെ ഡിഫറൻസ് ഉണ്ടാകുന്ന സമയത്ത്, ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന ബാലൻസിലുണ്ടാവുന്ന ഡിഫറൻസ്, ഇവയൊക്കെ സെക്ഷൽ തോട്ട്സുകളും അതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ആ സമയത്തൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് സെക്ഷൽ ഡിസയർ നല്ല രീതിയിൽ കുറയുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയാണ് ഫിസിയോളജിക്കൽ ഫാക്ടറും അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇമോഷണൽ ബോണ്ടിങ് ആദ്യം പറയേണ്ടായി. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ട്രസ്റ്റ് ഉണ്ടാവണം, അതുപോലെ തന്നെ ഒരു സുരക്ഷിതത്വം എന്നിവയൊക്കെ സ്ത്രീകൾ ആഗ്രഹിക്കാറുണ്ട്. അപ്പം അതല്ല, പലപ്പോഴും പല സ്ത്രീകളും ഇത്തരത്തിൽ ഒന്നുകിൽ പ്രഗ്നൻസിനെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ ഒപിയിൽ കാണാറുണ്ട്, പ്രഗ്നൻസിയെ ഭയന്നിട്ടായിരിക്കും അവർ സെക്സിന് ഏർപ്പെടാറുണ്ടാവുക. ഇത്തരത്തിലുള്ള പല ഭയങ്ങളും അവരുടെ ഈ സെക്ഷൽ ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു പ്ലഷർ കുറയ്ക്കാൻ വേണ്ടി കാരണമാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പം നമ്മുടെ
ട്രസ്റ്റ്, അതുപോലെ തന്നെ സുരക്ഷിതത്വം തുടങ്ങിയവയൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ചില PID പോലെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ സ്ത്രീകളിലുണ്ടെങ്കിൽ അവരിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് വജീനൽ ഇച്ചിങ് പോലെയുള്ളവ അല്ലെങ്കിൽ ലുക്കോറിയ പോലെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് PID പോലെയുള്ളവയൊക്കെ ഉണ്ടെങ്കിലും സ്ത്രീകളിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പെയിൻഫുൾ ആയിട്ടുള്ള സെക്സ് ഉണ്ടാവുക, ലൂബ്രിക്കേഷൻ്റെ ലാക്കിംഗ് ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ ബുദ്ധിമുട്ടുകൾ സ്ത്രീകളിൽ ഓർഗാസം വരാനും അതുപോലെ തന്നെ സെക്ഷൽ ഇൻട്രസ്റ്റ് കുറയ്ക്കാനൊക്കെ റീസൺ ആവാറുണ്ട്. ഫോർപ്ലേയുടെ ലാക്കിങ് സെക്ഷലി ഇൻട്രസ്റ്റ് കുറയാനുള്ള കാരണമാവാറുണ്ട്. പലപ്പോഴും ഒരു OP യിൽ വന്നിട്ടുള്ള ഒരു പേഷ്യൻ്റ് പറയുകയുണ്ടായി, സെക്സ് എന്ന് പറയുന്നത് ഡോക്ടറെ ഓൺലി മെയിൽസിന് മാത്രമല്ലേ, ഫീമെയിൽസിനുള്ളതല്ലല്ലോ, കാരണം ആ സ്ത്രീക്ക് ഇന്നേ വരെ ഓർഗാസം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നൊരു അനുഭവം പങ്കുവെക്കേണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ സെക്സ് എന്ന് പറയുമ്പം ഇത്തരത്തിൽ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അവരിലെ സംബന്ധിച്ച് ഫോർപ്ലേയുടെ ലാക്കിംഗ് ആയിരുന്നു പ്രധാന കാരണം. അപ്പോൾ ഇത്തരത്തിലുണ്ടാവുന്ന ഫോർപ്ലേ ലാക്കിങ്ങും സ്ത്രീകളിൽ സെക്ഷലി വിരക്തി ഉണ്ടാവാനുള്ള റീസൺസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ മൈൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് സെക്ഷൽ അറൗസൽ കൂടാനുള്ള സന്ദർഭമായിട്ട് കാണാറുണ്ട്. ഇനി ഇത്തരത്തിലൊക്കെയുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകളിൽ ഇത്തരത്തിൽ സെക്ഷൽ താല്പര്യങ്ങളൊക്കെ കൂടുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്ട്രെസ്സും ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി യോഗ, മെഡിറ്റേഷൻ പോലെയുള്ളവയൊക്കെ ശീലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഭക്ഷണത്തിൽ ശീലാക്കുന്നതും ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിൽ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളാണ് ഇത്തരത്തിൽ സെക്ഷൽ സ്റ്റിമുലേഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നതിന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഭക്ഷണത്തിൽ കഴിക്കാവുന്ന ചില സാധനങ്ങളാണ് നട്ട്സ്. അതിനകത്ത് തന്നെ ബദാം, വാൾനട്ട് തുടങ്ങിയവ. അതുപോലെ തന്നെ ഫ്രൂട്ട്സിനകത്ത് ബനാന, അതുപോലെ തന്നെ അവോക്കാഡോ തുടങ്ങിയ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മറ്റൊന്ന് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റുകൾ, ഓട്സ്, ഇവയൊക്കെ നമ്മുടെ സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ മൂഡ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നാണ് ഡാർക്ക് ചോക്ലേറ്റുകൾ. ഇനി നേരത്തെ തന്നെ പറയേണ്ടായി, ഈ മെനോപോസിലൊക്കെ ആവുന്ന സ്ത്രീകളിൽ കോമൺലി ഇതിൽ ഓർഗാസ്മിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ എള്ള് പോലെയുള്ളവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഈ ഈസ്ട്രജൻ ലെവൽ ഒരു ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള പ്രോപ്പർ സ്ലീപ്പ്, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, ഒരു 30 മിനിറ്റ് ഡെയിലി നടത്തം തുടങ്ങിയവയൊക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള സെക്ഷൽ ലൈഫ് നല്ല രീതിയിൽ ഹെൽത്തി ആവാനും നമ്മുടെ സ്ട്രെസ് റിലാക്സ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാവുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ചൂടുള്ള പാലിനകത്ത് 1 ടീസ്പൂൺ തേനും കൂടെ ഒഴിച്ചിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഫീമെയിൽസ് സംബന്ധമായിട്ടുള്ള സെക്ഷൽ ഇഷ്യൂസുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓർഗാസ്മിക് ഡിസോർഡേഴ്സൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ 1 ഗ്ലാസ് ചൂടുപാലിൽ 1 ടീസ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് രാത്രിയിൽ കഴിക്കാവുന്നതാണ്. ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ അതിനായിട്ട് ചെയ്യാറുള്ളത് ഏറ്റവും നൂതന ടെക്നോളജി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുകയും അതോടുകൂടി തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് വഴിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്താറുള്ളത്. മറ്റ് അസുഖങ്ങളുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.